മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടമാണോ നമ്മൾ പടത്തിൽ കാണാൻ പറ്റുന്നത്? വളരെ നല്ലതായിരുന്നു. പുള്ളി നല്ല അഭിനയം, ആക്ടിങ് കൊള്ളാം, ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, കൊള്ളായിരുന്നു, അടിപൊളി. കുഴപ്പമില്ല, കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല പടം, കൊള്ളാം, സൂപ്പറായിരുന്നു. ഒന്നുമില്ല, പേടിയൊന്നും ആയിട്ടില്ല, അങ്ങനെയൊന്നുമില്ല, അയ്യോ ഒന്നുമില്ല, അടിപൊളിയാണ്, കൊള്ളാം. പോസിറ്റീവായിട്ടുള്ള ഒരു പുതിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു നെഗറ്റീവായിട്ടും കൊള്ളായിരുന്നു. എനിക്കൊന്നും പറയാം. ഞങ്ങൾ നല്ല എക്സ്പെക്ട് ചെയ്താണ് വന്നത്, എൻ്റെ ഫ്രണ്ട്സ്. നല്ല പടം, പേടിച്ച് അത്രേ ഉള്ളൂ. നല്ല പടം, എല്ലാം നല്ല ക്യാരക്ടറും, മമ്മൂട്ടി, അർജുൻ അശോകൻ ഒക്കെ നല്ല അടിപൊളി പടം. ഒരു പടം മലയാള പടത്തിൽ കണ്ടിട്ട് മമ്മൂട്ടി എല്ലാവരും കണ്ടില്ല, അതിനായിട്ടൊന്നും തോന്നുന്നില്ല. നല്ലൊരു പിക്ചർ. 10-60 ദിവസമായി ഇങ്ങനെ ഒരു പിക്ചർ മലയാളത്തിൽ ആദ്യമായിട്ട് കാണുക. എല്ലാവരും കലക്കുണ്ടാവില്ല, മമ്മൂട്ടി എല്ലാം. സ്റ്റോറി, പുതിയ കഥ. അശോകൻ്റെ മകനാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട്. നല്ല പടം. ആക്ടിങ് മമ്മൂക്കായും കൊള്ളാം, അശോകൻ്റെ മകനും നല്ല ആക്ടിങ്. നല്ല പൈസ നഷ്ടമായിട്ടില്ല നമുക്ക്. നൈസ് മൂവി. മമ്മൂക്കയുടെ നല്ല അഭിനയമാണ്. അതുപോലെ തന്നെ അർജുൻ അശോകൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അവസാനം വരെയും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മമ്മൂക്കയെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. മമ്മൂക്ക സൂപ്പർ സ്റ്റാർ. ഇപ്പോൾ എടുത്തു പറയത്തക്ക 3 പേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. സിദ്ധാർത്ഥ ഭരതൻ, അതേപോലെ അർജുൻ അശോകൻ, പിന്നെ മമ്മൂട്ടിയുടെ കാര്യം പറയണ്ടല്ലോ, മമ്മൂക്ക അടിപൊളിയായിട്ട് ഇതിന് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പുതിയ എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ മേക്കിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. മാക്സ് കുറച്ച് എനിക്കൊരു ഇത് വന്നില്ല. മൊത്തത്തിൽ നിരാശയൊന്നുമല്ല, നല്ല പടം തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ അതിലോട്ടൊന്ന് കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മളെ മുത്തശ്ശി കഥകളില്ലേ, ആ രീതിയിൽ തന്നെ മൊത്തത്തിൽ അങ്ങ് പോയിക്കോളും. അത് പറഞ്ഞാൽ സ്പോയിലറാവും. അത് ഈ ചാത്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്ലോറിലൊക്കെ വായിക്കാറില്ലേ, ആ സംഭവമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഒരു ഹൊറർ പടമായിട്ട് വന്ന് കാണരുത്, ഒരു ഫോക്ലോർ കഥയായിട്ട് വന്ന് കണ്ടാൽ അത് നമ്മളൊരു ബുക്ക് വായിക്കുന്ന പോലെ കണ്ടിരിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതിപ്പോൾ ട്രോളാൻ ചിലർക്ക് ഓരോ കാരണങ്ങളാണല്ലോ, അങ്ങനെ വെച്ച് ട്രോളുന്നതാണ്. അല്ലാതെ പടം വാലിബൻ ഒരു മുത്തശ്ശി കഥ തന്നെയാണ്, ഇതും മുത്തശ്ശി കഥ തന്നെയാണ്. പിന്നെ വാലിബൻ ലിജോയുടെ ആ ഒരു സ്റ്റൈലിൽ മേക്ക് ചെയ്തെടുത്തുകൊണ്ട് എല്ലാ ഓഡിയൻസിനും അത് കണക്റ്റ് ആയില്ല. ഇത് വേറൊരു രീതിയായിട്ട് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പെക്ട് ചെയ്താണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ കാണുമ്പോൾ കണക്റ്റ് ആവും, അത്രേ ഉള്ളൂ.